സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുൻകഴിഞ്ഞ ഇമാമുകളിലൊക്കെ ശിർക്ക് ആരോപിക്കാൻ സക്കരിയ സലാഹി നിന്നു കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ KJUവിന്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. വഫാത്തിന് ശേഷവും എന്ന് പറഞ്ഞപ്പോൾ അച്ചടക്കത്തോടെ നിന്ന ഭരണാധികാരി ചോദിക്കാണ്, അസ്തഖ്ബിലുൽ ഖിബ്ലത വഅദഉ അമ്മസ്തഖ്ബിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ മാലിക് ഇമാം തങ്ങളെ, ഞാൻ അല്ലാഹുവിനോട് ദുആ എടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിലേക്ക് മുന്നിട്ട് കൊണ്ടാണോ ദുആ നടത്തേണ്ടത്, അല്ല ഖിബ്ലക്ക് തിരിഞ്ഞുകൊണ്ടാണോ ദുആ നടത്തേണ്ടത്? ഫഖാല, അപ്പോൾ മാലിക് ഇമാം പറയാണ്, വലിമ തസ്രിഫു വജ്ഹക അൻഹു, നിങ്ങൾ എന്തിനാണ് മുഹമ്മദ് നബിയിൽ നിന്ന് നിങ്ങളെ മുഖം തിരിക്കുന്നത്? വഹുവ വസീലതുക വവസീലത്തു അബീക ആദം അലൈഹിസ്സലാം ഇലല്ലാഹി തആല യൗമൽ ഖിയാമ. ആ മുഹമ്മദ് നബി ഖിയാമത്ത് നാളിൽ നിങ്ങളുടെയും നിങ്ങളെ ഉപ്പാപ്പ ആദം നബിയുടെയും ഇടയാളനല്ലേ? നിങ്ങൾ എന്തിനാണ് ഇയാറത്ത് ചെയ്യുമ്പോ നിങ്ങൾ മനസ്സിലാക്കണം, ഖിയാമത്ത് നാളിൽ വസീലയല്ലേ എന്ന് പറയുന്ന വിഷയം എന്താണ്? ബലിസ്തഖ്ബിൽഹു, നിങ്ങളിപ്പോൾ മുഹമ്മദ് നബിയിലേക്ക് മുന്നിട്ട് നിന്നോ. വസ്തശ്ഫീ ബിഹി, എന്നിട്ട് നബിയോട് ശഫാഅത്ത് തേടിക്കോ, നബിയോട് ശഫാഅത്ത് തേടിക്കോ. മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, ഫയുശഫിഉല്ലാഹ്, അപ്പ അല്ലാഹു തആല നബിയുടെ ശഫാഅത്ത് സ്വീകരിക്കും. എന്താണ് അതിന് തെളിവ്? ഖാലല്ലാഹു തആല, അല്ലാഹു പറഞ്ഞ ഖുർആനാണ് തെളിവ്. വലൗ അന്നഹും യളമു അൻഫുസഹും അൽ-ആയ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെങ്ങാനും വല്ല തെറ്റും ചെയ്തു പോയാൽ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും നബിയോട് നിങ്ങളെ തെറ്റിനെ സംബന്ധിച്ച് സങ്കടം ബോധിപ്പിക്കുകയും എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്താൽ അല്ലാഹു പുറത്തു തരുമെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു കസീർ പറഞ്ഞ തഫ്സീർ അനുസരിച്ചാണ് ഞാൻ ഈ അർത്ഥം പറഞ്ഞത്. സുഹൃത്തുക്കളെ, ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, അതുകൊണ്ട് നബിയിലേക്ക് മുന്നിട്ട് നിന്നോ. വസ്തശ്ഫീ ബിഹി, നബിയോട് ശഫാഅത്ത് തേടിക്കോ. ഇവിടെ ഞാൻ നാദാപുരത്ത് പ്രസംഗിക്കുമ്പോ ബലിസ്തഖ്ബിൽഹു വസ്തശ്ഫീ ബിഹി എന്ന മാലിക് ഇമാമിന്റെ വാക്ക്, അത് ഈ ദുനിയാവിൽ സിയാറത്ത് ചെയ്യുമ്പോൾ നബിയിലേക്ക് മുന്നിട്ട് നിന്നിട്ട് ശഫാഅത്ത് തേടിക്കോ എന്നല്ലേ പറഞ്ഞത്. ആ വാക്ക് ഞാൻ എടുത്ത് ഉദ്ധരിച്ചു. അപ്പോൾ അതിന്റെ മുമ്പ് പറഞ്ഞ എന്ന വാചകം ഞാൻ പറയേണ്ടതുമില്ല, അർത്ഥം പറയേണ്ടതുമില്ല. കാരണം എന്നോട് ചോദ്യം, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണമെന്ന് വല്ല ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ടോ, തേടാമെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മുന്നിട്ട് നിന്ന് ശഫാഅത്ത് തേടിക്കോ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകമല്ലേ ഞാൻ പറയേണ്ടതുള്ളൂ. അത് പറഞ്ഞപ്പോൾ അതിന് മറുപടി ഇല്ലാതെയായ ഷാർജയിൽ വരുന്ന മൗലവി നാദാപുരത്ത് 1 മണിക്കൂറോളം സമയം പോക്കിയത് എങ്ങനെയാണെന്നറിയോ? ഇതാ പേരോടിനെ പിടികൂടാൻ പോകുന്നു, തൊണ്ടി സഹിതം പിടിക്കുന്നു എന്ന് പറഞ്ഞ 1 മണിക്കൂർ പ്രസംഗം. നിങ്ങൾ വിചാരിച്ച് പേരോടി എന്തോ ആവും, ഇനിയിപ്പോ നാദാപുരത്ത് വരുത്തുണ്ടാവില്ല. ഒരൊറ്റ പ്രസംഗം 1 മണിക്കൂർ. ഈ സാധുക്കൾക്ക് മനസ്സിലാവും അയാൾ പറ്റിക്കുന്ന കബളിപ്പിക്കല്. അയാൾ പറയാ, ഇതാ വസീലത്തു അബീക ആദം അലൈഹിസ്സലാം ഇലല്ലാഹി തആല യൗമൽ ഖിയാമ, അവിടെ അന്ത്യനാളിന്റെ വിഷയമാ പറയുന്നത്, അല്ലാതെ ഇവിടുത്തെ ശഫാഅത്ത് തേടലല്ല. അന്ത്യനാളിൽ വസീലയാണ്, അതുകൊണ്ട് ഇപ്പോൾ നബിയിലേക്ക് മുന്നിട്ടോ, എന്നിട്ട് നബിയോട് ശഫാഅത്ത് തേടിക്കോ എന്നാ പറഞ്ഞത്. ആ വാചകം അയാൾ വായിക്കുന്നു, അർത്ഥം പറയുന്നില്ല. നാദാവെന്ന് വായിക്കുന്നു, അർത്ഥം പറയുന്നില്ല. അത് നിങ്ങളൊന്ന് കേട്ടോ, അയാളെ തട്ടിപ്പ്. മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലയും അതുപോലെ തന്നെ അബൂ ജഅഫർ എന്ന് പറയുന്ന ഒരു ഗവർണറും മദീനത്തെ പള്ളിയിൽ വെച്ചുണ്ടായ സംഭാഷണത്തിനിടയിൽ അബൂ ജഅഫർ ഇമാം മാലിക്കിനോട് ചോദിക്കേണ്, ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിൽ വന്ന് നിൽക്കുമ്പോ ഞാൻ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത്, അതോ റസൂലുള്ളാഹിയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിക്കേണ്ടത്? അതിന് ഇമാം മാലിക്കിന്റെ മറുപടി എന്താണ്? എന്തിനു നീ അള്ളാഹിന്റെ റസൂലിൽ നിന്ന് മുഖം തിരിക്കണം? ആ റസൂല് നിന്റെയും അതുപോലെ തന്നെ നിന്റെ പിതാവായ ആദം അലൈഹിസ്സലാമിന്റെയും വസീല
വസീലയാണല്ലോ. എപ്പോൾ? ദുനിയാവിലെ കാര്യമല്ല, ഇലല്ലാഹി തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിലേക്കുള്ള വസീലയാണല്ലോ. ഖിയാമത്ത് നാളിൽ എന്ന് പറയുന്ന ഭാഗം പേരോട് കട്ടിട്ട് ആ ഭാഗം മൂടി വെച്ച് കൊണ്ട് എന്നാണ് വായിക്കുന്നത്. നിങ്ങൾ ആ മൗലവിയോടൊന്ന് ചോദിക്കുക, വാചകത്തിന്റെ അർത്ഥം എന്താണ്? ബലിസ്തഖ്ബിൽഹു, നബിയിലേക്ക് മുന്നിട്ടോ, വസ്തശ്വീബിഹി, ആ നബിയോട് ശഫാഅത്ത് തേടിക്കോ എന്നല്ലേ അതിന്റെ അർത്ഥം. അതെന്തിന് നാദാപുരത്ത് മൂടി വെച്ചു ഈ മൗലവി? അർത്ഥം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഖിയാമത്ത് നാളിൽ ഇടയാളനായതിനാൽ നിങ്ങളും ആദാ റസൂലുള്ളാഹിയിലേക്ക് മുന്നിട്ടോ, വസ്തശ്വീബിഹി, നബിയോട് ശഫാഅത്തിന് തേടിക്കോ എന്നല്ലേ പറഞ്ഞത്. ഭരണാധികാരിയോട് റസൂലുള്ളാഹിനെ മുന്നിട്ടിട്ട് റസൂലുള്ളാഹിനോട് ശഫാഅത്തിന് തേടാനല്ലേ പറഞ്ഞത്. ആ ഭരണാധികാരിയും മാലിക് ഇമാമും ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ അത്. ഖിയാമത്ത് നാളിൽ മുന്നിട്ട് ശഫാഅത്ത് തേടിക്കോ എന്നാണോ അതിന്റെ അർത്ഥം? സാധാരണക്കാര മൗലവിമാരി കബളിപ്പിക്കുന്നതിന്റെ ഒരു രൂപമാണ് ഞാൻ നിങ്ങളെ കൽപ്പിച്ചത്. മഹാനായ മാലിക് ഇമാം തങ്ങളാ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ചെന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടിക്കോ, അതിന് ഖുർആനിൽ തെളിവുണ്ട്. ചോദിക്കട്ടെ, മാലിക് ഇമാം മനസ്സിലാക്കിയതുപോലെയാണോ നമ്മൾ ഖുർആൻ മനസ്സിലാക്കേണ്ടത്? അങ്ങോട്ടും ഇങ്ങോട്ടും കാഫറാക്കുന്ന മൗലവിമാര് മനസ്സിലാക്കിയതുപോലെയാണോ നമ്മൾ ഖുർആൻ മനസ്സിലാക്കേണ്ടത്? എന്നാൽ ഇമാം നവവി, ഇമാം ബൈഹഖി, ഇമാം ഇബ്നു അസാകിർ, ഇമാം ഇബ്നുൽ ഹുമാം, ഇബ്നു ഖുദാമ, ഇബ്നുൽ ഹജ്ജ്, ഇതൊക്കെ 4 മദ്ഹബുകളിലുമുള്ള ഇമാമിങ്ങളാണ്. അങ്ങനത്തെ നൂറുകണക്കിന് ഇമാമിങ്ങൾ മുഴുവനും അവരെ കിതാബിൽ എഴുതി വെച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് പോയിട്ട് റസൂലുള്ളാഹിനെ വിളിച്ച് ശഫാഅത്ത് തേടണേ, അതൊരു പുണ്യകർമ്മമാണ്, അതൊരു പുണ്യകർമ്മമാണ്. സറഹുൽ മുഹദ്ദബ് നോക്കൂ, ഹിദായ നോക്കൂ, ഇബ്നുൽ ഹാജിന്റെ മദ്ഖൽ നോക്കൂ, ബൈഹഖി ഇമാമിന്റെ ശുഅബ് നോക്കൂ, ഇബ്നു അസാകിറിന്റെ കിതാബ് നോക്കൂ, ഇബ്നു ഖുദാമയുടെ മുഗ്നി നോക്കൂ, 4 മദ്ഹബിലുമുള്ള കിതാബുകൾ നോക്കൂ. റസൂലുള്ളാഹിനെ വിളിച്ച് തേടണമെന്നല്ലേ സർവ്വ ഇമാമിങ്ങളും പറഞ്ഞത്. അവരൊക്കെ മുശ്രിക്കും കാഫറുമാണെന്ന് വാദിക്കുന്നവൻ ചോദിക്കട്ടെ, പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഈ മൗലവിമാരെ മുന്നിൽ നിർത്തിയിട്ട് മഹാനായ മാലിക് ഇമാം ഖുർആനും എടുത്തു വന്നാൽ, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ഖുർആനും എടുത്തു വന്നാൽ, ഇമാം നവവി ഖുർആനും എടുത്തു വന്നാൽ, ഈ ഇമാമിങ്ങൾ മുഴുവനും ഈ മൗലവിമാരെ ചങ്കിന് പിടിക്കുമ്പോ ഈ മൗലവിമാരെങ്ങനെ രക്ഷപ്പെടുമെന്നൊന്ന് ചിന്തിക്കട്ടെ. ഹജ്ജിന് പോകുന്നവരൊക്കെ മുശ്രിക്കുകളാണെന്ന് ഫത്വ കൊടുത്താൽ മതിയോ? മദീനത്ത് പോകുന്നവര് മുശ്രിക്കാണെന്ന് പറഞ്ഞാൽ മതിയോ? എന്താണ് ശിർക്ക് എന്ന് പഠിക്കാതെ, എന്താണ് തൗഹീദ് എന്ന് പഠിക്കാതെ തമ്മിൽ കാഫിറാക്കി നശിക്കുന്നത് കാണുന്നില്ലേ? ഓ സുഹൃത്തുക്കളാണ് അത് പറഞ്ഞ് സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുൻകഴിഞ്ഞ ഇമാമുകളിലൊക്കെ ശിർക്ക് ആരോപിക്കാൻ സക്കരിയ സലാഹി നിന്നു കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ KJU പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല.